ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നവ്യ അഭിയെ വിളിക്കുവാണ്. ഒരു ടെൻഷനോടെ അഭി ഫോൺ എടുത്തു. ഹലോ മോളെ എന്നും പറഞ്ഞ് വിളിച്ച്. മോള് എന്തോന്ന് മോള് എന്ന് നവ്യ ദേഷ്യത്തോടെ ചോദിക്കുക. ഞാനിങ്ങോട്ട് വന്നതോടെ നീ രക്ഷപ്പെട്ടല്ലോ അല്ലേ, ഇനി സ്വാതന്ത്ര്യത്തോടെ നിനക്ക് കറങ്ങി നടക്കാമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അയ്യോ അങ്ങനെയൊന്നുമില്ല മോളെ, നീ പോയി കഴിഞ്ഞപ്പോഴേ ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ ആയിപ്പോയെന്നൊക്കെ പറയുമ്പോൾ എന്തോന്ന് നീ എന്താ പറയണേന്ന് ചോദിച്ചു നവ്യ. സത്യം ഞാൻ പറയുന്നത്, നമ്മളുടെ ബെഡ്റൂമിൽ ഏത് നേരം തല്ലും വഴക്കൊക്കെ ആയിരുന്നെങ്കിലും അതൊക്കെ ഒരു രസമായിരുന്നെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാകുന്നതെന്നൊക്കെ അപ്പി തട്ടി വിടുക. അപ്പോൾ ആ ബെഡ്റൂമിനകത്ത് ആ വീട്ടിലുള്ളവരറിയാതെ നീ വേറെയും പെണ്ണുങ്ങളെയൊന്നും കൊണ്ടുവന്നേക്കരുത് കേട്ടോ എന്ന് നവ്യ അന്നേരം പറഞ്ഞു. നീ എന്തൊക്കെയാ നവ്യ പറയുന്നേ? നിന്നെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും നവ്യ ആ സമയത്ത് ഈ അഭിയോട് പറഞ്ഞു. എൻ്റെ നവ്യയെ, നീ പോയപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ആ ദിവസത്തെപ്പറ്റി നീ കൂടുതലൊന്നും എന്നോട് പറയാൻ നിൽക്കേണ്ട. ചടങ്ങ് നടക്കേണ്ട മുഹൂർത്തത്തിൽ നീ എത്തിയത് പോലുമില്ല. അതുമാത്രമാണോ? എനിക്ക് മുല്ലപ്പൂ വാങ്ങിക്കാനാണെന്നും പറഞ്ഞു പോയ നീ അത് വാങ്ങിക്കാതെയല്ലേ തിരികെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അബി ഒന്നും മിണ്ടാതിരിക്കുക. ശരിക്കും അന്ന് നീ ഒരു കാമുകിയെ കാണാനായിട്ടല്ലേടാ പോയതെന്നും ചോദിച്ചു. അബിക്ക് വല്ലതും പറയാനുണ്ടോ? ഞാൻ അന്ന് എല്ലാം പറഞ്ഞ് നിന്നോട് ക്ലിയർ ചെയ്തതല്ലേന്ന് ചോദിക്കുമ്പോൾ ക്ലിയറൊക്കെ ചെയ്തായിരുന്നു. അത് പോരാതെ ഞാൻ യാത്ര പറഞ്ഞ് പോരാൻ തുടങ്ങിയപ്പോൾ നീ കുറച്ച് സെൻറ്റിയൊക്കെ കാണിക്കുകയും ചെയ്തിരുന്നു. കാര്യസാധ്യത്തിന് വേണ്ടി നീ കരയും കാല് പിടിക്കും. അങ്ങനെയൊക്കെയായി എനിക്ക് തോന്നിയതെന്നല്ല. നവ്യ ഇവൻ്റെ സ്ഥിര ഇടവുകളെ പറ്റി പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് വരാം, നിന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നവ്യ. ഞാനിങ്ങോട്ട് മാറിയ സ്ഥിതിക്ക് നീ മറ്റേതെങ്കിലും പെൺകുട്ടികളെ ചതിക്കാതിരുന്നാൽ നല്ലതെന്നും പറഞ്ഞ് നവ്യ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു. അബിക്ക് ഇപ്പോൾ ആകെ വിഷമത്തിലിരിക്കുക, ചെകുത്താനും കടലിന് നടുവിലായതുകൊണ്ട്. ഈ സമയത്ത് നവ്യ നയനയോട് അബിയ വിളിച്ചതെന്നും അവന് നല്ല മാറ്റമുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ്റെ സ്നേഹം അത് പെട്ടെന്ന് വിശ്വസിക്കരുത് ചേച്ചി എന്ന് നയന പറഞ്ഞു കൊടുക്കുമെന്ന് അബിക്ക്. അപ്പോൾ നീ അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാനിവിടെ വന്ന ശേഷം അവനെന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല, എന്നിട്ട് വിളിച്ചല്ലോ എന്ന് പറഞ്ഞു. അതിനി മുത്തശ്ശനും മുത്തശ്ശിയും നിർബന്ധിച്ചത് കൊണ്ടാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് തന്നെ എൻ്റെയും പേടി. ഇങ്ങോട്ട് വരുമ്പോൾ സ്നേഹമൊക്കെ കാണിച്ചായിരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും കാണാൻ വരും എന്ന് ഉറപ്പൊക്കെ എനിക്ക് തന്നായിരുന്നു. എന്തെങ്കിലും കാര്യസാധ്യത്തിനല്ലാതെ അവനോ അവൻ്റെ അമ്മയോ ആരെയും സ്നേഹിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് നിനക്കറിയാമല്ലോ. ഒരു കുഞ്ഞു ജനിക്കുന്നതോടെയെങ്കിലും എല്ലാം ശരിയായ മതിയായിരുന്നു എന്ന് നവ്യ ആഗ്രഹം പറയുമ്പം ആദ്യം അവൻ്റെ അമ്മയാണ് മാറേണ്ടത്. അങ്ങനെ മാറിയിരുന്നെങ്കിൽ അവൻ ഈ രീതിയിലൊന്നും ആകുമായിരുന്നില്ല എന്ന് നയനെ അന്നേരം പറഞ്ഞു. അവർ ഈ ജന്മത്ത് മാറാൻ പോകുന്നില്ല, ആ തറവാട്ടിലെ അഹങ്കമൊന്നും അല്ലല്ലോ, അതിൻ്റെ എല്ലാ കുഴപ്പം അവർക്കുണ്ടെന്ന് നവ്യ അന്നേരം നയനോടും പറഞ്ഞു. വിളിച്ചിട്ട് അഭി ഇങ്ങോട്ട് വരുമെന്നും എല്ലാം പറഞ്ഞു ചേച്ചി. അതൊക്കെ അവൻ പറഞ്ഞു. അവന് പിന്നെ അഭിനയിക്കാൻ നല്ലതുപോലെ അറിയാമല്ലോ, ആ അഭിനയത്തിലാണല്ലോ കല്യാണത്തിന് മുന്നേ ഞാനും വീണു പോയത്. നമുക്ക് പ്രാർത്ഥിക്കാം ചേച്ചി, ഇത്തരക്കാരെ ദൈവത്തിന് മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നയനെ ഇങ്ങനെ നവ്യെ സമാധാനിപ്പിക്കാം. പിന്നെ അവനിനി ചേച്ചി എത്ര അവഗണിച്ചാലും ആ വീട്ടിൽ നിന്ന് ചേച്ചിക്കും കുഞ്ഞിനും എങ്ങോട്ടും പോവേണ്ടി വരില്ല, ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നയന പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്കിലും ഭർത്താവിൻ്റെ കുറവ് അതൊരു കുറവ് തന്നെയല്ലേ നയനെന്ന് നവ്യ അന്നേരം ചോദിച്ചു. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് കനകത്തിനെയും ഗോവിന്ദേട്ടനെയും. അപ്പോൾ കനകം ഗോവിന്ദേട്ടനോട് പറയണം, അതെ ഗോവിന്ദേട്ടാ, ഞാനും നന്ദോട്ടനൊക്കെ എന്ത് പറഞ്ഞാലും മോൾക്കത് തമാശയായിട്ടേ തോന്നത്തുള്ളൂ. പിന്നെ എന്നാൽ ഗോവിന്ദേട്ടൻ വെറുതെ നേരം പോക്ക് പറയുന്ന ആളല്ലെന്ന് അവൾക്കറിയാലോ. അതുകൊണ്ട് അച്ഛൻ തന്നെ മോളോട് ഗൗരവമായിട്ടൊന്ന് സംസാരിക്കണം കേട്ടോ, എങ്കിലേ ഇതൊക്കെ അങ്ങ് സീരിയസ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം നന്ദുവും പറഞ്ഞു അത് ശരിയാ, ഞാനും പരമാവധി മുഖം കനപ്പിച്ച് തന്നെ ഇരുന്നോളാം, വേറൊന്നും ഞാനും പറയാൻ പോകുന്നില്ല. അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക എന്താ മൂന്നാൾക്കും പറ്റിയത്. അപ്പോൾ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നും, പക്ഷെ നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്താൽ, അതും വലിയൊരു സഹായം ചെയ്താൽ അതിന് അവരിൽ നിന്ന് കുറച്ച് സ്നേഹമെങ്കിലും കിട്ടണമെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം നയനോട് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് നയന ചോദിക്കുമ്പോൾ എന്തോ ഉണ്ടായെന്ന് മോൾക്ക് എന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ. മോളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് മോളുടെ അമ്മായിയമ്മയ്ക്ക് മോൾ അറുത്ത് മാറ്റി കൊടുത്തത്. അപ്പോൾ അത് മാത്രമാണോ എന്ന് കനകം പറയുമ്പോൾ നീ മിണ്ടാതിരിക്കെ, ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ കനകത്തിനോട് ദേഷ്യപ്പെടുന്നു. നന്ദുവിനും കനകത്തൊക്കെ ചിരി വരുന്നുണ്ട്, പക്ഷെ കടിച്ചു പിടിച്ചിരിക്കാം. മോളാണ് മോളുടെ അമ്മായിയമ്മയുടെ ജീവൻ നിലനിർത്തിയത്. അതിനുശേഷം ജ്വല്ലറിയിൽ ജോലിക്ക് പോയ മോള് വെറുതെയൊന്നും അല്ല സാലറി വാങ്ങിച്ചത്. നയന കളക്ഷൻസ് എന്ന് സ്വർണം ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാവരുടെയും മനം കവർന്നിരിക്കുകയാണെന്നും അതിലൂടെ കോടികൾ ലാഭം ഉണ്ടാക്കിയെന്ന് ആദർശ് എന്നെ പറഞ്ഞു കഴിഞ്ഞതും അല്ലേ എന്നൊക്കെ ഗോവിന്ദേട്ടൻ നയനോട് ചോദിക്കുന്നുണ്ട്. നയൻ ഇതെല്ലാം കേട്ട് ഒന്നിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കും, ഒന്നും മനസ്സിലാകുന്നില്ല.
അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. പെൺകുട്ടികൾ കയറി ചെല്ലുന്ന വീട്ടിൽ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായിക്കണം. എന്നാൽ അതിനുള്ള നന്ദി അവർ കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയുമ്പോൾ അതിന് എന്ത് നന്ദികേട് അവരിപ്പോൾ കാണിച്ചതെന്ന് ചോദിച്ചു. അവരൊക്കെ ഇപ്പം നമ്മളെ സ്നേഹിക്കുന്നില്ലേ അമ്മയെന്ന് നയന ചോദിച്ചു. ആരെ സ്നേഹിക്കുന്നു നീ പറയുന്നതെന്ന് കനകൻ ചോദിച്ചപ്പോൾ നീ മിണ്ടരുതെന്ന് ഗോവിന്ദേട്ടൻ കനകത്തിനോട്. അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇടയ്ക്ക് കയറി പറയരുതെന്നാ. ഗോവിന്ദേട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കനകത്തിനോട്. കൊന്നൊരു ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുക കേട്ടോ. ഇന്ന് ചടങ്ങ് നടന്നപ്പോൾ എന്താ അവിടെ കണ്ടത്? മോളോട് ഒരു നല്ല വാക്കെങ്കിലും ആദർശിൻ്റെ അമ്മ പറഞ്ഞോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അപ്പം നവിക്കും അത് കേട്ടപ്പോൾ സങ്കടമായി. മോളെ സ്നേഹിക്കണ്ട, മോൾ ആ വീട്ടിലെ ഒരു അംഗമാണെന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നൊരു സംസാരമെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതൊന്നും അല്ല എന്നൊക്കെ ഗോവിന്ദേട്ടൻ അന്നേരം പറയുന്നു. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് നവ്യം പറഞ്ഞു. കുറച്ചൊക്കെ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് മാറായിരുന്നു, പ്രത്യേകിച്ച് നിൻ്റെ അടുത്തെന്നൊക്കെ പറയുമ്പോൾ നയന ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. ഇനി ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മോൾക്ക് വേണമെങ്കിൽ ആദർശിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാം. പക്ഷെ അങ്ങനെ അനന്തപുരിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും മോളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്ന് ഗോവിന്ദേട്ടൻ നയനയോട് പറയുമ്പോൾ ഞെട്ടി നവ്യയും നയനയും ഇങ്ങനെ നോക്കുക. നന്ദുവൊക്കെ ഇരുന്ന് ഇങ്ങനെ അടക്കം പിടിച്ച് ചിരിക്കുക. അപ്പം മോള് കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത് എന്ന് കനകം കൂടി അങ്ങ് ചേർത്തു. അച്ഛൻ പറഞ്ഞത് 100% സത്യമാണെന്ന് നന്ദുവും കൂടി എൻ്റെ കൂടെ അങ്ങ് ചേരണം. അവരെന്താ അങ്ങനെ? കുറച്ചുകൂടിയൊക്കെ ചേച്ചിയോട് ഇച്ചിരി മനുഷ്യത്വമൊക്കെ കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പം അതിന് ഞാനാണ് കരൾ കൊടുത്തതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്ന് നയന പറയണം. പോട്ടെ, മോൾ ആ വീട്ടിൽ നിന്നിട്ട് ആ വീടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയില്ലേ കഠിനാധ്വാനം ചെയ്യുന്നത്? അതെന്താ അവർ മനസ്സിലാക്കാത്തത്? അതെ, ഇനി ഞങ്ങൾക്ക് അത്തരം കാഴ്ചകളൊന്നും കണ്ടു നിൽക്കാനായിട്ട് പറ്റത്തില്ല മോളെ, ഞങ്ങൾ നിൽക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ ഇനി ഇങ്ങോട്ട് ക്ഷണിക്കരുത്. അതുപോലെ മോൾ ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇനി ഞങ്ങളെ കാണാനും ശ്രമിക്കരുതെന്നൊക്കെ കനക നയനയോട് പറയുന്നു. നയനയെ ധർമ്മസങ്കടത്തിലാക്കുന്നു. ഒന്നെങ്കിൽ മോൾക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ മോൾ ചെയ്തോളാൻ പറഞ്ഞു. അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കാണാൻ മോൾ ഇങ്ങോട്ട് വരരുതെന്നും ഗോവിന്ദേട്ടൻ പറയുക. നവ്യ ഇങ്ങനെ ആകെ വെപ്രാളം കയറി നിൽക്കും. ഇതെന്ത് ഇവർ പറയുന്നതെന്ന് ഓർത്ത്. ഇത് ആദർശേട്ടൻ എടുത്ത് തന്ന വീടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറാച്ചാന്ന് നന്ദു. അത് പിന്നെ നമ്മൾ മാറണമല്ലോ, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ അച്ഛൻ അന്നേരം പറഞ്ഞു. എന്നാലും പെട്ടെന്ന് എന്തിനാ അച്ഛനും അമ്മ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത് നവ്യ ചോദിക്കുമ്പം ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് വന്നതെന്നും അത് അവിടെ വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നും പറഞ്ഞു. അന്നത്തെ ദിവസം ആദർശമോൻ്റെ അമ്മ മോളോട് എങ്ങനെ സംസാരിക്കുന്നെന്നും എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ കൃത്യമായി നോക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഗോവിന്ദേട്ടനാണെന്നും കനക അവിടെ നിന്ന് ഇങ്ങനെ പറയണം. അതനുസരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നതും അതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തതും. ഇനിയിപ്പോൾ എന്തായാലും ആ വീട്ടിലേക്ക് കയറി വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലേ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അമ്മായിമ്മ മരുമകളെ പരിഗണിക്കാത്ത വീട്ടിലേക്ക് ചേച്ചി പോകുന്നതിനോടും ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നും നമ്മൾ പറയണ്ട. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരുമാണ് വലുത്. അതുകൊണ്ട് ഒന്നിനും ഞങ്ങൾ തടസ്സം നിൽക്കില്ല. പക്ഷേ മോളിനി അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇല്ല എന്ന് കരുതി വേണം മോള് ജീവിക്കാനെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നയന ചോദിച്ചപ്പം അങ്ങനെയാണെങ്കിൽ മോൾ ഇവിടെ തന്നെ നിന്നു, അതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അങ്ങനെ നയനയെ മൊത്തത്തിൽ ധർമ്മസങ്കടത്തിലായി. അപ്പോൾ അതേ നയനയുടെ കള്ളക്കളി പൊളിക്കാൻ വേണ്ടി ഗോവിന്ദേട്ടനാണിപ്പം പുലിക്കുട്ടി പോലെ ചീറി പായുന്നത്. അപ്പോൾ അവർ മോൾ അംഗീകരിച്ചാൽ മാത്രം മോൾ അങ്ങോട്ടേക്ക് പോയാൽ മതിയെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. അല്ലെങ്കിൽ ആദർശം വന്ന് വിളിച്ചാൽ പോലും മോള് പോകാൻ പാടില്ല എന്നൊക്കെ അച്ഛൻ മോളോട് പറയുക. അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോഴേ അമ്മയും നന്ദുവും ഒക്കെ മോളെ വഴിയിൽ വെച്ച് കാണുമ്പോഴേ തിരിഞ്ഞു നിന്ന് സംസാരിച്ചെന്ന് വരും, മോളെ മൈൻഡ് ചെയ്തില്ലെന്ന് വരും. പക്ഷെ അച്ഛൻ്റെ ഭാഗത്ത് നിന്നും അതുണ്ടാവില്ല എന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ അച്ഛാ എന്നും പറഞ്ഞ് നയനെ പിന്നാലെ ചെന്നു. അച്ഛൻ എന്നെ അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ? അത് ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നില്ലേ മോളെ? ഇനിയുള്ള അച്ഛൻ്റെ പെരുമാറ്റവും രീതികളൊക്കെ കാണുമ്പോൾ മോൾക്കത് മനസ്സിലായിക്കോളൂ എന്നും സഹിക്കുന്നതിനൊരു പരിധിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ ഇങ്ങനെ തട്ടിവിടുക. കനകമൊക്കെ അന്തം വിട്ട് നിൽക്കുവാണ് ഗോവിന്ദേട്ടൻ്റെ പ്രകടനം കണ്ടിട്ടേ. നവ്യയുടെ അഭിയുടെ അമ്മ അവഗണന കാണിക്കുന്നത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും അല്ല. കാരണം അവർക്കിവള് അതേ രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ അതുപോലെയല്ല മോളുടെ കാര്യം. അവരെന്തു പറഞ്ഞാലും നിന്നങ്ങ് കേൾക്കുകയല്ലേ. മോൾ ഒരിക്കലും മോളുടെ അമ്മായിമ്മ ഒരു കാരണവശാലും മാറ്റി നിർത്തേണ്ട കാര്യമുള്ളതല്ല. പിന്നെ അവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇന്ന് സത്യം പറഞ്ഞാൽ രക്തം തിളച്ചാൽ ഞാൻ അവിടെ നിന്ന് പോന്നതെന്നും പിന്നെ മൂർത്തി സാറൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നതെന്നൊക്കെ നമ്മുടെ ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഇനി എപ്പോഴെങ്കിലും
ആദർശിൻ്റെ അമ്മ ആദർശിൻ്റെ പേരും പറഞ്ഞ് മോളെ വിളിക്കാൻ വന്ന ഞാൻ പറയേണ്ടത് അവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുമെന്ന് ഗോവിന്ദേട്ടൻ. നന്ദു ഇങ്ങനെ ചിരിക്കുക. അപ്പോഴേക്കും നവ്യ ഇതെന്ത് സംഭവം എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കപ്പോൾ കനക കൊള്ളാം കൊള്ളാം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. പറയാനുള്ളത് പറഞ്ഞിട്ട് ഗോവിന്ദേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നന്ദു അന്നേരം അങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ പറഞ്ഞത് കേട്ടോ ചേച്ചി എന്ന് ചോദിച്ചു. നന്ദു നീ എന്നെ വഴി വെച്ച് കൊണ്ട് മുഖം തിരിച്ച് പോവുമോ? അപ്പോൾ അങ്ങനെ ചേച്ചി അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ വഴിയിൽ വെച്ച് നിങ്ങളെല്ലാവരും എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് പോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നത്? ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നയനെ അവിടെ നിന്ന് അങ്ങ് പോയി. നയനെ അങ്ങ് പോയപ്പം ഇത് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് നവ്യ ചോദിച്ചു കനകത്തിനോടെ. വേണം, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമാകുക, എന്നിട്ട് അവർക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിലേ ഇങ്ങനൊരു കടുത്ത തീരുമാനം അത് ഞങ്ങൾ എടുത്തല്ലേ പറ്റത്തുള്ളൂ, അത് എടുക്കണം. ദേ നോക്ക്, ഇനി നീ എങ്ങാനും ഇതിനെ എതിർത്ത നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അത് നോക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. ചിലപ്പം നിനക്കും നല്ല തല്ല് തരുമെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെ ഇങ്ങനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്, പ്രത്യേകിച്ച് നയനയോട് ഇങ്ങനെ ചൂടാകുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നൊക്കെ നവ്യ നേരം പറഞ്ഞു. അച്ഛന് നയനേച്ചി ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്, നയനേച്ചി അമ്മായിമ്മ അവഗണിക്കുന്നതൊന്നും അച്ഛന് സഹിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണെന്നൊക്കെ അന്നേരം നന്ദു എൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു. എന്നിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും കൊണ്ടും എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ ഇറുക്കി കാണിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജലജ അവിടെ ഇരിക്കും കേട്ടോ. അപ്പോഴാണ് അബി പുറത്ത് പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവർ തമ്മിൽ കണ്ടു. അമ്മയും മോനും കൂടെ സംസാരിക്കുക. ഇന്ന് നവ്യ വിളിച്ചായിരുന്നു, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന്. ഏട്ടത്തെ അമ്മായി സ്നേഹിക്കാതെ അവളിങ്ങോട്ട് വരില്ലെന്ന് കനകയും ഗോവിന്ദനും പറയുന്നതെന്നും പറഞ്ഞു. അപ്പോൾ അതെ അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി വന്നു. നേരാണോ മോനെ എന്നും ചോദിച്ചേ. അപ്പോൾ നവിക്ക് നുണ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പം എന്തായാലും അവളുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ഏട്ടത്തി എന്തായാലും അവളെ സ്നേഹിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ജലജ. ആദർശിൻ്റെ കാര്യം പറഞ്ഞ് പഴയ പോലെ ഏട്ടത്തി അവളെ പോയി വിളിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ജലജയെന്ന് ജാനകി പറയുമ്പം ഇനി അങ്ങനെ വിളിച്ചാലും ഏട്ടത്തിയെ ഇങ്ങോട്ട് വിടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ അഭി പറയുവാണ് ഇവരോട്. വിളിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ പോയി വിളിക്കണം, അതാണ് എൻ്റെ അമ്മായച്ഛൻ്റെയും അമ്മായിമ്മയുടെയും കണ്ടീഷൻ എന്നും പറഞ്ഞു. എങ്ങനെയെങ്കിലും അവൾ ഇങ്ങോട്ട് മടങ്ങി വരാതിരുന്നാൽ മതിയായിരുന്നു. നദിയേക്കാളും സൂത്രശാലി എന്നതിന് അവളിപ്പോൾ പഴയതിനേക്കാളും എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനേക്കാളും നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന കാര്യം നേരം ഈ അഭി പറയുന്നു. അതെ, അവരിപ്പം മൂർത്തി ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ ആണെന്നും നാളെ ആദർശേട്ടനൊപ്പം നമ്മുടെ കമ്പനി അവർ പിടിച്ചെടുക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നൊക്കെ അഭി ഇവരോട് പറയുക. പിന്നെ അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി അവർ ഈ വീട്ടിൽ നിന്ന് ഉടക്കി മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അഭി പറഞ്ഞപ്പം ദേ ജാനകി ഏട്ടത്തിയെ തിളപ്പിക്കണം, ഒരു കാരണവശാലും ഏട്ടത്തി കോംപ്രമൈസിന് തയ്യാറാവാനേ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, ആദർശവും അവൻ്റെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്ക് 1-2 ദിവസം ഏട്ടത്തിയായിട്ട് പിണങ്ങി മാറി നിന്നാൽ മതി, അവർ അടുത്ത നിമിഷം എവിടെ നോടും അവളെ വിളിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് നേരം പറഞ്ഞു കൊടുക്കുക ഈ ജാനകി. എന്നാലും ഏട്ടത്തി കനകയും ഗോവിന്ദനും പറയുന്നത് പോലെ അവളെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇവർ രണ്ടുപേരും കൂടെ. അപ്പോൾ അതിന് പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ജാനകി. അങ്ങനെയാണെങ്കിൽ നയന മടങ്ങി വരാനും പോകുന്നില്ല എന്ന് ജലജ. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലമ്മേ, നയനയില്ലാതെ നമ്മുടെ ഈ വീടും കമ്പനിയും ചലിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം കമ്പനിയിലെ ചീഫ് ഡിസൈനറെ മറ്റേതെങ്കിലും ജ്വല്ലറിയിലേക്ക് പോയാൽ അവിടെ ഇടിയാൻ പോകുന്നത് മൂർത്തീസ് ജ്വല്ലറിയാണെന്ന് നിങ്ങൾ ഓർക്കണം. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അവർ ഉടക്കി പിരിഞ്ഞാൽ അവരെ പൊന്നും വിലയ്ക്ക് കൊണ്ടുപോകാനേ വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ ഗോവിന്ദനും കനകയും കൂടി ബാർഗെയിൻ ചെയ്യുന്നതെന്ന് ജലജ നേരം പറയാം. അവളെ മറ്റേതെങ്കിലും കമ്പനിയിൽ പോയി ലക്ഷങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ നേട്ടം നാണോ മാനോ ഇല്ലാത്ത അവളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലേന്ന് ചോദിച്ചു ജലജയെ. എന്നാലും നമുക്ക് അവളെ കൊണ്ടുള്ള ശല്യം തീരുമല്ലോ ജലജയെന്ന് ജാനകി. എൻ്റെ മരുമോൾക്ക് ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാവല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞ് ജലജ എങ്ങനെ നിൽക്കുക. ഇതിപ്പോൾ ഏത് നിമിഷവും മോൾ ഇവിടെ നിന്ന് പിണങ്ങി പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അവളുമാരിവിടെ ഉണ്ട് എങ്കിൽ. അപ്പോൾ ഏതായാലും ഞാൻ ഈ വാർത്ത അനാമിക മോളോടൊന്ന് പറയട്ടെ, അത് മോൾക്ക് വലിയ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് മരുമോളോട് കഥ പറയാൻ പോണു. അപ്പോൾ ജലജ മോനോട് എടാ ദേ ഈ പറയുന്ന അനാമികയും ഇവിടെ ഉറച്ചൊന്നും നിൽക്കാൻ പോകുന്നതല്ല, നവ്യയും നയനിയും ഇങ്ങോട്ടിനും മടങ്ങി വന്നില്ലെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം മോളെ, അതിന് നമ്മളൊരു വ്രതമായിട്ട് തന്നെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടെ അതിന് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് നിനക്ക് ഈ 2-3 ദിവസമായിട്ട് എന്താണ് പറ്റിയത്? നിൻ്റെ മുഖത്ത് എന്താ ഒരു ടെൻഷനും പരിഭ്രമമൊക്കെ? അത് പിന്നെ 2-3 ദിവസമായിട്ട് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാമേന്ന് പറഞ്ഞു. അതെ, ഒരു തലവേദന ഒഴിയുമ്പോൾ അതിനേക്കാളും വലുത് കൊടുങ്കാറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക, ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചു. അമ്മ തൽക്കാലം ഇപ്പം അത്ര അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും അറിയണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് മകൻ അങ്ങ് പോയപ്പോൾ അമ്മ നിന്ന് ആലോചന തുടങ്ങി മോൻ എന്താ കുഴപ്പമെന്ന്.
പിന്നെ കാണിക്കുന്നത് വേണുവിനെ കേട്ടോ. വേണുവും രേവതിയൊക്കെ കൂടെ നിന്ന് അവിടെ മകളും ഒക്കെ ആയിട്ട് നിന്ന് സംസാരിക്കും. അവരുടെ അച്ഛനും അമ്മയും കൂടെ എടുത്ത തീരുമാനത്തെ പറ്റി, അതായത് നയനെ വിടുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവളെ ഇനി മടക്കി വിടത്തില്ല എന്ന് പറയുമ്പം ആദർശേട്ടനെ അവളെന്ന് വെച്ച ജീവനാമ്മേ, അവളില്ലാതെ അയാൾക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അനാമിക അന്നേരം പറഞ്ഞു. പോരാത്തതിന് അവളിപ്പം മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറായിട്ട് കയറിയിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളപ്പോൾ മകന് വേണ്ടി അമ്മ കോംപ്രമൈസിന് തയ്യാറാകുമെന്നാണ് എൻ്റെ സംശയം എന്ന് പറഞ്ഞപ്പം, അല്ല അവരുടെ സ്വഭാവം വെച്ചിട്ട് അവരങ്ങനെ നയനയുടെ മുന്നിൽ തല താഴ്ത്തുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു രേവതി. അപ്പം അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല രേവതി. അങ്ങനെ അന്നൊരു അവാർഡ് സൊസൈറ്റിക്കാർ അവൾക്ക് കൊടുത്തപ്പോൾ അത് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ആ സമയത്ത് അമ്മായിമ്മ മരുമകളുടെ മുന്നിൽ കീഴടങ്ങിയത് കൊണ്ടല്ലേ അവൾ ആ അവാർഡ് ഏറ്റുവാങ്ങാൻ തന്നെ സമ്മതിച്ചതെന്നൊക്കെ ഇവരന്നേരം ചോദിച്ചപ്പം, അത് ശരിയാ മോളെ, അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു കാരണം പറഞ്ഞ് നയനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതേ എന്തെങ്കിലുമൊക്കെ ആദർശിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ അവർ താമസിക്കുന്ന വീടൊക്കെ ആദർശേട്ടൻ അവളുടെ അച്ഛൻ്റെ പേരിൽ വാങ്ങിച്ചു കൊടുത്തെന്ന ഒരു പറച്ചിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അത് പിന്നെ വാടകയ്ക്കാണെന്ന് പറഞ്ഞതോന്ന് വേണു. അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും വേണുവേട്ടാ. എന്തായാലും ശരി, മോളും മോളുടെ അമ്മായിമ്മയും പിന്നെ അനിയുടെ അപ്പച്ചിയും കൂടെ ചേർന്ന് ദേവയാനിയെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഇയാൾ പറഞ്ഞു കൊടുക്കുക മകൾക്ക്. ഒരു കാരണവശാലും ഇനി അമ്മായിയമ്മ പോയി മരുമകളെ വിളിച്ചുകൊണ്ട് വരരുതെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് വേണുവേട്ടാ, നമുക്കിതൊക്കെ പറയാനല്ലേ പറ്റൂ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? മോള് പറഞ്ഞതുപോലെ അമ്മ മകന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കിന് തയ്യാറായാലേ നയന കുറച്ചുകൂടി ആ വീട്ടിൽ അധികാരം സ്ഥാപിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പ്രസവത്തിന് പോയവളും അവളുടെ അനിയത്തിയും ഇനി ആ വീട്ടിലേക്ക് വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്നും പറഞ്ഞ് അനാമിക പറയുമ്പോൾ, എന്തായാലും ഇപ്പം കേട്ടത് നല്ലൊരു വാർത്ത തന്നെയാണ്. ഭാര്യയുടെ മുന്നിൽ അമ്മ കീഴടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് മിക്ക മക്കൾക്കും ദഹിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു മോളെ. ആദർശം അമ്മയ്ക്കൊപ്പം നിന്നാൽ പിന്നെ എന്നും കനകയുടെയും ഗോവിന്ദൻ്റെയും അരികിൽ തന്നെ നിന്നോളും അവരുടെ പുന്നാര മോളെന്നൊക്കെ പറഞ്ഞ് വേണുവിനോടും മകളോടും രേവതി പറയുമോ. അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ തന്നെ പകുതി സമാധാനമാകും. അവളാണ് സ്നേഹം നടിച്ച് എല്ലാവരെയും വശത്താക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ അനാമിക അന്നേരം അവിടെ നിന്ന് പറയുകയും ചെയ്തു. ഞാൻ എന്തായാലും അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇന്നോ നാളെ പുറത്താകും, അതിനു മുൻപ് അവളുമാർ പുറത്താകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളിക്കാരി ഇതിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനക്കോട്ടം കെട്ടി അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ഇങ്ങനെ നടന്നിറങ്ങി വരുമ്പോൾ ജലജ അങ്ങോട്ടേക്ക് ചെന്ന് കയറിയിട്ട് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടക്കുവാണ് കനകയും അവളുടെ മക്കളും ഒക്കെ എന്ന് പറഞ്ഞു. എന്താ നീ എന്തീ പറയുന്നേ? 7-ാം മാസത്തിന് അവിടെ നിന്ന് ആൾക്കാർ വന്നപ്പോൾ അമ്മായിമ്മ മോശമായിട്ട് അവരോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ നയനയുടെയും ഏട്ടത്തിയുടെയും കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പം അതിനിപ്പോൾ എന്താ കുഴപ്പം? നയനയെ അവരുടെ അച്ഛനും അമ്മയും ഇനി ഇങ്ങോട്ട് വിടത്തില്ലെന്നാ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഒന്ന് ഞെട്ടി. അങ്ങനെ അവർ പറഞ്ഞോ? നവ്യ അഭിയെ വിളിച്ച് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഈ പറയുന്നത് ഏട്ടത്തി. അങ്ങനെ അവർ പറഞ്ഞോ എന്ന് പറഞ്ഞ് വീണ്ടും ഇരിക്കാം. ഒരു കാരണവശാലും അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ട് വിടത്തില്ലെന്നൊക്കെയാ ഇപ്പം കനകയും ഗോവിന്ദനും കൂടെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുവാണ് അമ്മായിമ്മ. അപ്പോൾ ഇതൊരു തരം ബ്ലാക്ക് മെയിലാണ് ഏട്ടത്തി. ആദർശിനെ നയനയില്ലാതെ പറ്റില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഏട്ടത്തി അങ്ങോട്ട് ചെന്ന് വിളിക്കും എന്നുള്ളതും അവർക്കറിയാം. അതുകൊണ്ട് അവർ മനഃപൂർവ്വം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പം അതിന് വേറെ ആളെ നോക്കണമെന്ന് പറഞ്ഞു ദേവയാനി. അങ്ങനെ തന്നെ ഏട്ടത്തി അവരുടെ മുഖത്ത് നോക്കി പറയേണ്ടത്, അല്ലാതെ ഈ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതിന് മുൻപ് തന്നെ ഈ ഏട്ടത്തി ആദർശിൻ്റെ കാര്യവും പറഞ്ഞ് അവളെ പോയി വിളിച്ചത് വലിയ തെറ്റായി പോയില്ലെന്ന് ചോദിച്ചപ്പം, എൻ്റെ മരുമോളില്ലാതെ എനിക്ക് പറ്റില്ലടി, അതുകൊണ്ട് ഞാൻ അവളെ ഉറപ്പായിട്ടും വിളിച്ചിരിക്കുമെന്ന് ദേവയാനി മനസ്സിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല ഏട്ടത്തി. നവ്യയെ വിളിച്ചേ അഭിയോട് ഇക്കാര്യം പറഞ്ഞത് 100% സത്യമാണെന്നും അപ്പോൾ ഏട്ടത്തി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ വായിൽ വരുന്നതൊക്കെ അവർ വിളിച്ച് പറയൂ എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഇങ്ങനെ ജലജ പറഞ്ഞപ്പോൾ അതിനുള്ള ധൈര്യമൊക്കെ അവർക്കുണ്ടോ എന്ന് ദേവയാനി ജലജയോട് ചോദിച്ചു. അതല്ല, അതിനപ്പുറം പറയാനുള്ള ധൈര്യവും അവർക്കുണ്ട്, അതിനൊരു സംശയമില്ല എന്നും പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇവർ പറയാം. അഭിയെ നവ്യ വിളിച്ചെന്നാ ഇപ്പം നീ പറഞ്ഞത്. അവൻ പറഞ്ഞത് കൊണ്ട് അത് 100% വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടല്ലേ ഏട്ടത്തി നേരിട്ട് പോയി തിരക്കാൻ ഞാൻ പറഞ്ഞത്. ഞാൻ അവളെ വിളിച്ചോളാം നയനെ, എന്നിട്ട് എന്താണ് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിലപാടെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ കനക മാത്രമല്ല ആ കുറുക്കനും എതിരായിട്ട് നിൽക്കുകയാണെന്നാണ് കേട്ടതെന്നൊക്കെ പറഞ്ഞപ്പം, കുറുക്കനോ? ഈ കുറുക്കന്മാർക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു 1.5 കുറുക്കനുണ്ട്, ഗോവിന്ദൻ എന്ന് പറയുന്ന ആള്.
അയാൾ ഒറ്റ ഒരുത്തനാ പിന്നിൽ നിന്ന് കളിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ദേവയാനിക്ക് കൂസലൊന്നുമില്ല. ജോലിയൊന്നും ചെയ്യാതെ അയാൾക്ക് ജീവിക്കണം, അതിനുവേണ്ടി പിള്ളേരെ മുന്നിൽ നിർത്തി കളിക്കുക അയാളെന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുന്നു ജലജ. ഇപ്പം തന്നെ ഒരു വീടൊക്കെ അയാൾ സംഘടിപ്പിച്ചെടുത്തില്ലേ, അത് വാടകയ്ക്കായാലും അതൊക്കെ കൊടുക്കുന്ന ആദർശാവാനാണ് സാധ്യത കൂടുതലെന്നും പറഞ്ഞ് ജലജ ദേവേനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏട്ടത്തി പെട്ടെന്ന് തന്നെ അവളെ വിളിച്ച് സത്യം അറിയാൻ നോക്കുക, അഭി പറഞ്ഞതൊക്കെ നേരാണോ എന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവയാനി തിളപ്പിച്ചിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോയെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.